الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കരുണാമയനായ സർവശക്തനായ പടച്ച റബ്ബനെ ഓർത്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധനായ അല്ലാഹു തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ 1-2-3 ദിവസങ്ങളായിക്കൊണ്ട് വലിയ ഒരു വിഷയമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതായത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നായകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ, അവരിൽ 90% അല്ലെങ്കിൽ അവരിൽ സിംഹഭാഗവും പോക്സോ കേസ് ചുമത്തി കൽത്തുറങ്കിൽ അടക്കപ്പെടേണ്ടുന്ന ക്രിമിനലുകളാണ് എന്നാണ് ആ റിപ്പോർട്ടുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ആ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അതിലെ അംഗമായിരുന്ന നടിയുമായിരുന്ന ശാരദ എന്ന് പറയുന്ന കമ്മീഷൻ അംഗം പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അവര് പറഞ്ഞു, സ്ത്രീകളുടെ വേഷം ശരിയല്ല. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? ശരീരത്തിന്റെ അവയവങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ളവർ കാണുന്നത് നാണമുളവാക്കുന്ന, ലജ്ജയുണ്ടാക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാനാണല്ലോ വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ വസ്ത്രധാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്തു കാണിക്കുവാനാണ്
ആളുകൾ സഹോദരിമാർ പലപ്പോഴും വസ്ത്രം ധരിക്കുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പീഡനങ്ങളുടെ ഘോഷയാത്രയാണ്, ചൂഷണങ്ങളുടെയും വിവേചനങ്ങളുടെയും ഒക്കെ പെരുമഴക്കാലമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്ത്രവും വേഷവും പലപ്പോഴും പീഡനങ്ങൾക്ക്, ദേഹോപദ്രവങ്ങൾക്ക്, ലൈംഗിക അതിക്രമങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് നിമിത്തമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവര് തന്നെ വിളിച്ചു പറഞ്ഞത് നമ്മൾ പ്രത്യേകം അടിവരയിടേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്നോ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു, സഹോദരിമാരെ, പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ, പെൺമക്കളുടെ, സഹോദരിമാരുടെ, നിങ്ങളുടെ ഇണകളുടെ വേഷം, വസ്ത്രം അത് മാന്യമായിട്ട് ആയിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഒരു കാർഷിക ഒരു വയൽ, അവിടെ വിളകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനു ചുറ്റും മതിലൊന്നുമില്ല, കമ്പിവേലിയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള തടസ്സങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ള പ്രദേശത്തേക്ക്, ആ വയലേലകളിലേക്ക്, ആ കാർഷിക വിളകളിലേക്ക് അത് തിന്നുന്ന മൃഗങ്ങൾ കടന്നു വരും, യഥേഷ്ടം കടന്നു വരും. എന്നാൽ കമ്പിവേലി കൊണ്ടോ നല്ല മതിൽ കൊണ്ടോ അങ്ങനെയുള്ള തടസ്സങ്ങൾ കൊണ്ടോ വലയം ചെയ്യപ്പെട്ട ആ കൃഷിയിടത്തിലേക്ക് മൃഗങ്ങൾ അങ്ങനെ കടന്നു വരികയില്ല. എന്നതുപോലെ മാന്യമായി അന്തസ്സോടുകൂടെ വസ്ത്രം ധരിച്ചിട്ടുള്ള സഹോദരിമാർക്ക് നേരെ പീഡന ശ്രമങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അത്യപൂർവമായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഉണ്ടാകുകയില്ല തന്നെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇസ്ലാം ഈ നടി പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ കമ്മീഷൻ അംഗം പറഞ്ഞ കാര്യം, ഇസ്ലാം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്ലാം പറഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടുന്ന ആളുകളാണ് ആ പറയുന്നത്. ഇതുപോലെയുള്ള മിമ്പറുകളുടെ മുകളിൽ നിന്നുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ സൗന്ദര്യങ്ങൾ, പുരുഷനെ ആകർഷിപ്പിക്കുന്ന ഭാഗങ്ങള്, അത് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വസ്ത്രങ്ങള് അത് നിങ്ങൾ അണിയാൻ പാടില്ല, അത് കുറ്റകരമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പാപമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തു ധരിച്ചവരെന്താ പറയുക? ഇവര് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടുന്ന പിന്തിരിപ്പന്മാരാണ്, മതമൗലികവാദികളാണ് എന്നുള്ളതാണ് അവർ പലപ്പോഴും സംസാരിക്കാറുള്ളത്. ലൈംഗിക രംഗത്ത് അരാജകത്വം, അതുപോലെ തന്നെ അധാർമികതയും അഴിഞ്ഞാട്ടവും സദാചാരത്തിന്റെ തകർച്ചയും മുഖമുദ്രയാക്കിയിട്ടുള്ള പാശ്ചാത്യ സംസ്കാരം, അതിന്റെ കുഴലൂത്തുകാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും നായികമാരും ഇന്ന് അകപ്പെട്ടിട്ടുള്ള ദുരന്തം എന്തുകൊണ്ടാണ്? ഇസ്ലാമികമായിട്ടുള്ള വേഷം അത് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീയെ നിന്ദിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. നിസ്സംശയം പറയാം, ഇസ്ലാം സ്ത്രീയുടെ പദവിയും സ്ഥാനവും അവരുടെ അവകാശവും അതൊക്കെ ഏറ്റവും ആദരണീയമായിട്ടുള്ള രൂപത്തിൽ വകവെച്ചു കൊടുത്തിട്ടുള്ള മതമാണ് എന്നുള്ളതാണ്. എന്താണ് ഇസ്ലാം സ്ത്രീകളോട് അവരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് അതിന്റെ 59-ാമത്തെ വചനം, യാ അയ്യുഹൻ നബിയ്യ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പ്രവാചകരെ, അല്ലാഹുവിന്റെ നബിയെ വിളിച്ചുകൊണ്ട്, മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട് അനുശാസിക്കണം, അവരോട് കൽപ്പിക്കണമെന്ന്. കുൽ, അങ്ങ് പറയണം, ലിഅസ്വാജിക, അങ്ങയുടെ പത്നിമാരോട്, വബനാതിക, അങ്ങയുടെ പുത്രിമാരോടും പറയണം. മാത്രമല്ല വനിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ സ്ത്രീകളോട്,
അതായത് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും അല്ലാഹുവിന്റെ കൽപ്പന എന്താ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ ജിൽബാബുകൾ ധരിക്കണമെന്നാണ്. ജിൽബാബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ജലാബീബ്. എന്താണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ? ജിൽബാബ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ശിരസ് മറക്കുന്ന, കഴുത്ത് മറക്കുന്ന, മുതുക മറക്കുന്ന ഉടുത്ത മേൽവസ്ത്രത്തിന്റെ മീതെ താഴ്ത്തിയിടാൻ കൊള്ളാവുന്ന, അങ്ങനെ മാറ് ഭംഗിയായിട്ട് മറക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് ജിൽബാബ് എന്ന് പറയുന്നത്. അത് നിരവധി തഫ്സീറുകളിൽ വന്നതാണ്. ഇമാം ഇബ്നുൽ അസീർ പറഞ്ഞതായി നിഹായ എന്ന് പറയുന്ന കിതാബില് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഗദ്ദി ബിഹിൽ മർഅതു റഅസഹാ, ഒരു സ്ത്രീ അവളുടെ തലമറക്കുന്നു, വലഹറഹ, അവളുടെ മുതുക്. നിങ്ങൾ കണ്ടു, സുബ്ഹാനല്ലാഹ്, ഒരു ദൃശ്യമാധ്യമത്തില്, ടിവിയിലോ അതുപോലെയുള്ള ചാനലുകളിലോ നമ്മളൊരു ന്യൂസ് കാണാനെന്നാൽ എന്താണ് അവസ്ഥ? സ്ത്രീകൾ ധരിച്ചിട്ടുള്ള ബ്ലൗസ്, അതിന്റെ മുതുകെന്ന് പറയുന്നത് ഫുൾ പുറത്താണ്. അപ്പൊ അതാണ് ഇത് നിങ്ങൾ നോക്കൂ, ഈ നിർവചനം തലമറക്കുക, അവളുടെ മുതുക മറക്കണം എന്നുള്ളതാണ്. എന്നിട്ടോ അവളുടെ മാർവിടം, അവള് ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന് മീതെ താഴ്ത്തിയിടാനാ പറയുന്നത്. ഇപ്പോ മഫ്ത ധരിച്ചാൽ, ഒരു പർദ്ദ ധരിച്ചു അല്ലെങ്കിൽ ചുരിദാർ ധരിച്ചു, എന്നിട്ടൊരു മഫ്ത ധരിച്ചാലോ അതുകൊണ്ട് തലമറക്കാം, കഴുത്ത് മറക്കാം. അങ്ങനെ ആ മഫ്തയുടെ ബാക്കി ഭാഗം ഈ ധരിച്ച വസ്ത്രത്തിന്റെ മേലൂടെ, മാറിലൂടെ ഇങ്ങനെ താഴ്ത്തിയിടാം. അതിനാണ് ജിൽബാബ് എന്ന് പറയുക. മുഹമ്മദ് നബിയെ, അങ്ങയുടെ ഭാര്യമാരോട്, അങ്ങയുടെ പുത്രിമാരോട്, ലോകത്തുള്ള വിശ്വാസികളുടെ സ്ത്രീകളോട് ഈ ജിൽബാബ് ധരിക്കുവാൻ അങ്ങ് അനുശാസിക്കണം. എന്തിനാണത്? അവർ തിരിച്ചറിയപ്പെടാനാണ്. എന്താണ് തിരിച്ചറിയേണ്ടത്? ഇതാ ഈ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ശരീരത്തെ തിന്മയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന സന്മനസ്സുള്ള ആളുകളാണ്, അച്ചടക്കമുള്ളവരാണ്, അവർ ഇസ്ലാമിക മര്യാദ കാത്തു സൂക്ഷിക്കുന്നവരാണ്, അഭിമാനവും അന്തസ്സുമുള്ളവരാണ് എന്ന് തിരിച്ചറിയപ്പെടാനാണ്. അവർ ആക്രമിക്കപ്പെടാതിരിക്കാനാണ്. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഖുർആനിന്റെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 31-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്ന കാര്യം എന്താ? വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോട് പറയണം. എന്താണ് പറയേണ്ടത്? യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. അന്യ പുരുഷന്മാരെ കണ്ടാൽ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം, സംസാരിക്കാം, പക്ഷേ അനാവശ്യമായി, പ്രത്യേകിച്ച് ദുരുദ്ദേശത്തോടുകൂടെ അങ്ങനെ വഴിവിട്ട രൂപത്തിലുള്ള നോട്ടം പാടില്ല. അവർ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന, അന്യ പുരുഷന്മാരെ കണ്ടാൽ ഇവരെന്ത് ചെയ്യണം? കണ്ണുകൾ താഴ്ത്തണമെന്നാണ്. അവരുടെ ജനനേന്ദ്രിയങ്ങളെ കാത്തു സൂക്ഷിക്കണം. എന്നിട്ടോ അവരുടെ അലങ്കാരങ്ങൾ വെളിവാക്കരുത്. പ്രത്യക്ഷമായതൊഴികെ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ്, ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ്, അതുപോലെയുള്ള ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള മഹാന്മാർ, സ്വഹാബികളുടെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടേതുൾപ്പെടെ എന്താണ് പ്രകടമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, പ്രകടമായതൊഴികെയെല്ലാം അവർ വെളിവാക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ കൈപ്പടങ്ങൾ, അൽ വജ്ഹു വൽ കഫാൻ, മുഖവും രണ്ട് കൈപ്പടങ്ങളും. മുഖവും കൈപ്പടങ്ങളും ഒഴികെയുള്ള ശരീരഭാഗം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അവൾ മറക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്ന് പറഞ്ഞാൽ അതാണ്. എന്നിട്ട് പറഞ്ഞു
അവളുടെ ശിരോവസ്ത്രം, ആ ശിരോവസ്ത്രം അലാ ജുയൂബിഹിന്ന കുപ്പായ മാറുകളിലൂടെ താഴ്ത്തിയിടമെന്ന മഫ്തയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതേ ആശയം തന്നെയാണ്. ആ ശിരോവസ്ത്രം ഈ മാറിലൂടെ താഴ്ത്തിയിടുക എന്ന് പറഞ്ഞാൽ ധരിച്ച മേൽവസ്ത്രത്തിന്റെ ആ ഒരു അതിന്റെ മീതെ താഴ്ത്തിയിടുക എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതേ ആയത്തിൽ പറഞ്ഞു വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. ഈ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ കാലിട്ടടിച്ചുകൊണ്ട് അവരുടെ മറച്ചുവെക്കപ്പെട്ട സൗന്ദര്യം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി കാലിട്ടടിച്ച് ശബ്ദമുണ്ടാക്കി നടക്കാനായിട്ട് പാടുള്ളതല്ല. പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന, അവരുടെ വികാരങ്ങൾ ഉത്തേജിപ്പിക്കുന്ന, അവരെ തിന്മയിലേക്ക് നയിക്കുന്ന ആ രൂപത്തിലുള്ള നടത്തം, ആ രൂപത്തിലുള്ള ചലനങ്ങൾ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അരുത് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഫിന്നിസാ. ജനങ്ങളെ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഊസീകും ബിന്നിസായി ഖൈറാ. സ്ത്രീകളോട് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് ഞാനിതാ വസിയ്യത്ത് ചെയ്യുന്നു. അവരെ ദ്രോഹിച്ചുകൂടാ, അവരോട് അതിക്രമം കാണിച്ചുകൂടാ. പരിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 32-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലാ തഖറബുസ്സിന. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും അരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വ്യഭിചാരം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട, മോശപ്പെട്ട, മ്ലേച്ഛമായിട്ടുള്ള മാർഗമാണ്, കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനോടടുക്കുക പോലും അരുത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സംഗതികളിലേക്ക് വഴിയൊരുക്കുന്ന രൂപത്തിലുള്ള വേഷങ്ങൾ പാടില്ല എന്നുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ വീട്ടിൽ എൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള സഹോദരിമാർ ആരാവട്ടെ അവരങ്ങനെ അണിഞ്ഞുകൂടാ. ഇവിടെ കൂടിയിട്ടുള്ള ഓരോ ആളുകളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സഹോദരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മാന്യമായിട്ടുള്ള, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ ശാപമോ കോപമോ കിട്ടാത്ത, അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന വേഷമാണ് അവൾ ധരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. എന്നിട്ടോ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ആരൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഒരു സഹോദരി സ്കൂളിലേക്ക്, കോളേജിലേക്ക്, ആശുപത്രിയിലേക്ക്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആരോടൊക്കെ ഇടപഴകുന്നു, സഹോദരങ്ങളെ, അവിടെയൊക്കെ ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. എന്തിനാണത്? നമ്മളൊരു പാപത്തിലൊരു തിന്മയിൽ ചെന്ന് പെട്ടുകൂടാ. നമ്മുടെ സഹോദരി ഒരു ചൂഷണത്തിൽ പെട്ടുകൂടാ. അതിനു വേണ്ടിയാണ് ഇസ്ലാം പറയുന്നത്, ലാ യഖ്ലുവന്ന അഹദുകും ബിഇംറഅത്തിൻ. ഒരാളും ഒരു സ്ത്രീയെ കൊണ്ട്, ഒരു അന്യ സ്ത്രീയെ, ഒരു പുരുഷൻ അവളുമായിട്ട് ഒറ്റപ്പെട്ടുകൂടാ. അങ്ങനെ ഒറ്റപ്പെട്ടാലോ ഇല്ലാ കാന ശൈത്വാനു സാലിസുഹുമാ. അവര് രണ്ടുപേരല്ല, രണ്ടുപേരാണ് നമ്മുടെ ദൃഷ്ടിയിലെങ്കിലും അവിടെ മൂന്നാമത്തെ ആളുണ്ട്. ആ ആളുടെ പേരെന്താ? ശൈത്വാൻ. പിശാച് അവിടെ മൂന്നാമനായുണ്ട്. ആ പിശാചിനൊരു പണിയുണ്ട്. എന്താ പിശാചിന് പണി? പിശാച് വരും, എന്നിട്ട് രണ്ടാളുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധിയില്ലാത്തൊരു ബന്ധത്തിന് ആവേശം, പ്രചോദനം നൽകും. അങ്ങനെ ഒരു തിന്മ, അവിടെ തിന്മ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം നിരവധി ഉത്ബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുകയാണ്. വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം 33-ാം സൂക്തം. എന്താണ് അതിന്റെ അർത്ഥം? ജാഹിലിയ കാലഘട്ടത്തിലെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ, യുവാക്കളുടെ ഇക്കിളി വികാരങ്ങളെ ഉണർത്തുന്ന രൂപത്തിലുള്ള സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കവലകളിലൂടെയുള്ള സ്ത്രീകളുടെ പ്രയാണം,
അങ്ങനെയുള്ള അവരുടെ പ്രത്യക്ഷപ്പെടൽ അത് പാടില്ല എന്നുള്ളതാണ്. പരലോകത്ത് വിജയം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന സഹോദരിമാർ അച്ചടക്കമുള്ള വേഷം ധരിച്ചേ മതിയാകൂ എന്നാണ് അത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഗവൺമെന്റ് പോലും സ്കൂളില്, ഹയർ സെക്കൻഡറിയില്, കോളേജില്, +1-നും +2-നും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അവര് സർക്കുലർ നൽകിയിട്ട് നൽകുന്ന നിർദ്ദേശം എന്താ? ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും ലിംഗനിഷ്പക്ഷത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ പാന്റ് ധരിക്കട്ടെ, അതുപോലെ ഷർട്ട് ധരിക്കട്ടെ എന്നാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഈ 17 വയസ്സുകാരി ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ അവള് പാന്റൊക്കെ ജീൻസൊക്കെ ധരിച്ച് അവളുടെ ശരീരത്തിന്റെ തുടയുൾപ്പെടെ വളരെ പ്രകടമായി കാണുന്ന രൂപത്തില് അവള് കോളേജിന്റെ ക്യാമ്പസുകളിലൂടെ വിലസുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅന അർ-റജുല യുൽബിസു ലിബ്സത്തൽ മർആ, സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും, ലഅന അർ-റജുല യൽബസു ലിബ്സത്തൽ മർആ, സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും, വൽ മർഅത തൽബിസു ലിബ്സത്തർ റജുലി, അതുപോലെ പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി ശപിച്ചിരിക്കുന്നു. എത്ര ഗൗരവത്തോടു കൂടിയാണ് ആ പറയുന്നത്. ആ വാക്ക് നൽകുന്ന പാഠം എന്താണ് പ്രിയമുള്ളവരെ? ഓർക്കുക, മഹാനായ പ്രവാചകന്റെ ഒരു വചനത്തിൽ ഇപ്രകാരം കാണാം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ 2128 നമ്പറായിട്ട് നൽകുകയാണ്, സുൻഫാൻ മിൻ അഹ്ലിന്നാർ, 2 വിഭാഗം നരകത്തിന്റെ അവകാശികളാണ്. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച നഗ്നകളായ സ്ത്രീകളാണെന്നാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എത്ര 4000, 5000 ഒക്കെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ്. പക്ഷെ അവർ നഗ്നരാണ്. എന്നിട്ടോ മുമീലാത്തുൻ മായിലാത്തുൻ, അവള് നടക്കുന്നത്, അവള് വാഹനത്തിൽ കയറുന്നത്, വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, അവൾ ആശുപത്രിയിൽ വിവിധ സ്ഥലങ്ങളില് ചാഞ്ഞും ചെരിഞ്ഞും ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് എന്തൊരു രൂപത്തിലാണ് അവളുടെ നടത്തം. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള സ്ത്രീകളുണ്ടല്ലോ പ്രിയമുള്ളവരെ, വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ്, നേർത്ത ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം, ടൈറ്റായ വസ്ത്രം, അതുപോലെ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുള്ള വസ്ത്രം. ഒരു കാറ്റടിച്ചാൽ ഇതൊക്കെ പാറിയാല് വളരെ മോശപ്പെട്ട കാഴ്ചകള്. അതുകൊണ്ടാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും അവര് അനുഭവിക്കുകയില്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് വളരെ വിദൂരത്തേക്ക് പോലും ലഭ്യമാകുന്നതാണ്. അപ്പൊ ആ സ്വർഗ്ഗത്തിൽ നിന്ന് അത്രമാത്രം അകറ്റപ്പെടും എന്നർത്ഥം. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളെ അച്ചടക്കത്തോടുകൂടെ ഇസ്ലാമികമായ അതബോടുകൂടെ വളർത്തുക, അതിനുവേണ്ടി പ്രേരിപ്പിക്കുക. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഇണകൾ, അവരൊക്കെ മാന്യമായ വേഷം ധരിച്ച്, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന രൂപത്തിലുള്ള വേഷം ധരിച്ച് പുറത്തിറങ്ങുന്ന സ്വാലിഹത്തുകളായി മാറട്ടെ. അല്ലാഹു തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വസയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നന്മയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പള്ളി
ഈ പള്ളി എന്നല്ല, അള്ളാഹുവിൻ്റെ പള്ളി 5 നേരം ജമാഅത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള പള്ളികളിലേക്കൊക്കെ നേരത്തെ വരിക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. എത്ര വചനങ്ങളിലാണ് അള്ളാഹിൻ്റെ റസൂൽ ആ കാര്യം പറഞ്ഞതെന്നോ. ചുരുക്കത്തിൽ 1, 2, 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു വ്യക്തി പള്ളിയിലേക്ക് നേരത്തെ വന്ന് ജമാഅത്ത് കാത്തിരിക്കുകയാണ്. ജുമഅക്ക് വന്ന്, ഇപ്പോൾ ജുമഅക്ക് ഇമാമ മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ഒരല്പം മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന നേട്ടം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റൊന്ന് പറയാം, അള്ളാഹുവിൻ്റെ മലായികത്തുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വന്ന് തഹയ്യത്ത് നമസ്കരിച്ച് അവനിങ്ങനെ ഇരിക്കുകയാണ്, ജുമുഅ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, നാഥാ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ കരുണ ചെയ്യണമേ. റിപ്പോർട്ടിൽ കാണാം, അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പശ്ചാത്താപം നൽകണമേ, അവന്റെ തൗബ നീ സ്വീകരിക്കണമേ. മറ്റൊരു ഹദീസിൽ കാണാം, ഒന്നാമത്തെ സ്വഫിന്റെയും ബാങ്ക് വിളിയുടെയും പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ നറുക്കിട്ടിട്ട് ആ സ്ഥാനം കരസ്ഥമാക്കാൻ മുന്നോട്ട് വരുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ചയൊക്കെ ഇദാ കാന യൗമുൽ ജുമുഅത്തി വഖഫ അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായിക. വെള്ളിയാഴ്ച പള്ളിയുടെ വാതിൽക്കൽ മലായികത്തുകൾ ഉണ്ടാകും. പ്രത്യേകിച്ചുള്ള മലായികത്തുകളാണ്. അവരെന്ത് ചെയ്യുന്ന, അവരുടെ ഡ്യൂട്ടി എന്താ? യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ. അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആരാണ് ആദ്യം പള്ളിയിലേക്ക് വരുന്നത്, പിന്നീടാണ് ആരാണ് പള്ളിയിൽ വരുന്നത് എന്ന്. എന്നിട്ടോ ഫഇദാ ഖറജൽ ഇമാമു തവ്വു സുഹഫ. ഇമാമ് വന്നു കഴിഞ്ഞാൽ, ഇമാമൻ മിമ്പറിൽ കയറിയാൽ അവരുടെ ആ പുസ്തകം, അവർ രേഖപ്പെടുന്ന രേഖ അത് മടക്കി വെക്കും. എന്നിട്ട് അവർ ഇമാമിൻ്റെ ഉത്ബോധനം കേൾക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ വചനങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? പരമാവധി ജുമുഅക്കും ജമാഅത്തുകൾക്കുമൊക്കെ നേരത്തെ വരിക. നമ്മളൊരു 5 മിനിറ്റ് അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകളുടെ സ്വഭാവം എന്താ? നമ്മുടെയൊക്കെ സ്വഭാവം, ഒരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ നമ്മളിതിനു വേണ്ടി ചെലവഴിക്കും. അപ്പോൾ സഹോദരങ്ങളെ, പള്ളിയിൽ നേരത്തെ വരാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ജുമുഅക്കൊക്കെ നിർബന്ധിതമായിട്ട് ആശുപത്രിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർബന്ധിത സാഹചര്യമുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ട് വൈകി വരുന്നവരുണ്ടാകും. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അവർക്കൊക്കെ അതിൻ്റെതായ ഒരു പരിഗണന കിട്ടിയേക്കാം. പക്ഷേ ഒഴിവുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും പള്ളിയിൽ നേരത്തെ വരാത്ത ആളുകൾ എന്താണ് അല്ലാഹുവിനോട് മറുപടി പറയുക? സമയത്തെക്കുറിച്ച് അല്ലാഹു തആല പരലോകത്ത് ചോദിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുകയാണ്. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ട് ശേഖരിക്കുന്ന ദിവസമാണ്. ആ പള്ളി ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളി പരിപാലനവും നിർമ്മാണവും അതിന് പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള പള്ളികളിലേക്ക് നൽകാനാണ് ഈ സഹായം നമ്മൾ സ്വരൂപിക്കുന്നത്. ഒരു കാര്യം കൂടെ ഉണർത്തുന്നു. കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പ്രദേശത്ത് ഒരു പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമ്മളിവിടെ പള്ളി പിരിവ് നടത്തുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, ഒരു നല്ല തുകയാണ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ അതിന് സംഭാവന ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായിക്കൊണ്ട് മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് ആഖിറത്തിൽ ആരാരും സഹായിക്കാനില്ലാത്ത ആ ലോകത്ത് നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന അമലായി നിങ്ങളിൽ നിന്ന്, നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
الصلوات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين.